ഹലോ ഗൈസ്, അപ്പൊ ഇന്ന് വന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഇന്ന് എന്റെ ബർത്ത്ഡേ, ടുഡേസ് മൈ ഡേ. അങ്ങോട്ട് പോയ സ്ഥലം തിരിച്ചു വന്നതാണ്. അപ്പോൾ ബർത്ത്ഡേ ആയിട്ട് ഇന്നത്തെ പരിപാടികൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞിട്ട്, അതായത് ഒരു സമയം നോക്കാൻ നോക്കില്ലേ, ഇപ്പം 10:27, കുറച്ച് കഴിയുമ്പോൾ 11:30, അത് കഴിഞ്ഞ് ഒരു 12 മണിക്ക് ഞാൻ അടുപ്പിലെത്തും. ലുക്ക് ഗൈസ്, അപ്പം ഞാനങ്ങനെ നമ്മുടെ ഒരു ഏരിയയിലെത്തിയിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഒരാൾ വരാമെന്ന് പറഞ്ഞു, വന്നിട്ട് നോക്കാം, കാണിച്ചുതരാം, ആരാന്ന് കാണിച്ചുതരാം. പിന്നെ നേരത്തെ ഒരു വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഫുൾ വീഡിയോ ഉണ്ടായിരുന്നെങ്കിലോ, ഫുൾ വീഡിയോ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഫുൾ വീഡിയോ ഉണ്ട്, ബിക്കോസ് ഞങ്ങൾ കുറച്ച് നേരം അധികമുണ്ട്. സോ അല്ല, നിന്നെ പ്രത്യേകം മെൻഷൻ ചെയ്തു ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നേക്കാം. അപ്പോൾ ഇനി ഇവിടെ ഇല്ല, എന്ത് ചെയ്യാൻ പറ്റും? ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മേടിച്ചെന്നെ, സ്വാഭാവികം. ഞാൻ 2 കൂട്ടുകാരന്മാരോട് ചോദിക്കാൻ രണ്ടുപേരും ബിസിയാണ്. ഒരുത്തൻ ചേർത്തലയിൽ വണ്ടി ഇടിച്ച്. അപ്പോൾ ഒരുത്തൻ ചേർത്തലയിലും ഒരുത്തൻ വർക്കിന് പോണിന്ന് തരില്ല. പണിയുള്ള പണിക്ക് പോട്ടെ, പണിയില്ലാത്ത വെറുതെ ഇരിക്കട്ടെ അല്ലേ. അപ്പോൾ അവളൊന്നും കാണിച്ചില്ല. ആരാണ് അവൾ? വരുമ്പ കാണിച്ചരാന്ന്. ഇതാണ് പക്ഷെ പറയണത് ഇതാണ് നമ്മുടെ ഫുഡ്. എസ്റ്റേറ്റിക് വാവ നേരിക്കിടപ്പുണ്ട്. അല്ല, ഫോർ യു. ഓക്കെ ഓക്കെ അപ്പൊ നിങ്ങൾ കണ്ടു കാണും, ഓള് ജെറ്റിട്ട് പോണം. യെസ്, അപ്പൊ അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എൻ്റെ പേര് പോവുകയും ചെയ്തു. കാര്യം എന്ന് വെച്ചാൽ ഓളൊരു ഇൻവെർട്ടറാണ്, അധികം നേരം സംസാരിച്ചിരിക്കാൻ പറ്റില്ല. പിന്നെ ഇപ്പം ഈ ആൾക്ക് നല്ല പാടുകേടുണ്ട്, ആൾക്ക് പനിയായിരുന്നു. പിന്നെ ഇത് നേരത്തെ പ്ലാൻ ചെയ്തത് കൊണ്ട്, ഇന്നേ ദിവസം ഞാൻ നിർബന്ധിച്ചത് കൊണ്ടാണ് ആളത് വന്നത് തന്നെ. എന്തുകൊണ്ടോ എന്താണെന്ന് അറിയില്ല. ആദ്യം മനസ്സിലൊക്കെ പറഞ്ഞായിരുന്നു, പക്ഷെ ഞാൻ പറഞ്ഞു വേഷം കിട്ടെടുക്കരുത്. അങ്ങനെ പുള്ളിക്കാരി വന്നതാണ്. പിന്നെ എന്തായിരുന്നു ബർത്ത്ഡേ. ഓക്കെ, ബർത്ത്ഡേ ആയിരുന്നു നമ്മുടെ കാര്യം. പക്ഷെ ബർത്ത്ഡേയുടെ കാര്യത്തിൽ നടന്നില്ല, ഫുഡ് കഴിപ്പ് നടന്നു. ഫുഡും കഴിച്ചു, കിറ്റ് തന്നായിരുന്നു. അത് പരസ്യം കിട്ടില്ല, ചെറുത് പക്ഷേ എനിക്കത് വലുതായിരുന്നു. പിന്നെ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഗിഫ്റ്റൊന്നുമല്ല, നമുക്ക് വേണ്ടി ഒരാളൊരു ടൈം തന്നല്ലോ, അത് തന്നെ ഏറ്റവും വലിയ ഗിഫ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ അല്ല, ഈ ദിവസത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. സോ ഇത്രേ ഉള്ളൂ. ശരിയെന്നാ.